ഡിയർ സ്റ്റുഡൻസ്, ട്രാൻസ്പോർട്ട് മാനേജ്മെൻറ്റിൻ്റെ മൊഡ്യൂൾ 3 റിവിഷനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. മൊഡ്യൂൾ 3യുടെ പ്രധാന ഹെഡിങ്സ്: അണ്ടർസ്റ്റാൻഡ് ദ ഫീച്ചേഴ്സ് ഓഫ് ട്രിപ്പ്, സർവേ ഓഫ് റൂട്ട്സ്, ഡിസൈൻ ദ ഫെയർ കളക്ഷൻ സിസ്റ്റം, അണ്ടർസ്റ്റാൻഡ് ദ ഫീച്ചേഴ്സ് ഓഫ് ഓട്ടോമൊബൈൽ മാർക്കറ്റിംഗ്, അണ്ടർസ്റ്റാൻഡ് ദ വർക്ക്ഷോപ്പ് മാനേജ്മെൻറ്റ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. റൂട്ട്. A route is a line of travel between two terminal points of a regular service in operation. Provided service run occasionally as extras to relieve traffic congestion shall not be considered as independent route. റൂട്ടിൻ്റെ ഒരു ഡെഫിനേഷൻ ഉണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് റൂട്ട്സ് അക്കോർഡിംഗ് ടു ടൈപ്പ് ഓഫ് സർവീസസ്: ഫോസിൽ റൂട്ട്സ്, സിറ്റി റൂട്ട്സ്. സിറ്റി റൂട്ട്സ് തന്നെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു: അർബൻ റൂട്ട്സും സബർബൻ റൂട്ട്സും. റിംഗ് റൂട്ട്സ്. പ്രധാനമായും 3 റൂട്ടുകളാണുള്ളത്: മൊഫോസിൽ, സിറ്റി, റിംഗ്. റൂട്ട് സർവേ. ദ ടൈപ്പ് ഓഫ് റൂട്ട്സ് വിച്ച് ആർ അണ്ടർടേക്കൺ ഫോർ സർവേ ആർ, ഓർ ഇറ്റ് ക്യാൻ ഓൾസോ ബി കോൾഡ് ദ റീസൺസ് ഫോർ സർവേ. എന്താണെന്നുള്ളതാണ് കൊടുത്തേക്കുന്നത്. എന്ത് കാരണങ്ങൾ കൊണ്ട് നമുക്ക് സർവേ നടത്തേണ്ടി വരുന്നു. അടുത്ത പീക്ക്, സ്ലാക്ക് ആൻഡ് നോർമൽ ട്രാഫിക് പീരിയഡ്സ്. കൂടുതൽ ട്രാഫിക് ആക്ടിവിറ്റി ഉള്ള പീരീഡുകളെയാണ് പീക്കെന്ന്, വളരെ കുറഞ്ഞതിനെ സ്ലാക്ക് എന്നും, ഒരു ആവറേജ് ആക്ടിവിറ്റി ഉള്ളതിനെ നോർമൽ എന്നും ആണ് നമ്മൾ പറയുന്നത് ട്രാഫിക് ആക്ടിവിറ്റിയെ. ലെറ്റ്സ് സീ വാട്ട് ആർ ദ സൊല്യൂഷൻസ് ഫോർ പീക്ക് അവേഴ്സ് ട്രാഫിക് പ്രോബ്ലംസ്. നോർമലി നമ്മളുടെ ഒരു 7:30 മുതൽ ഒരു 9:30 വരെയാണ് ഒരു പീക്ക് അവറായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. വൈകുന്നേരങ്ങളിൽ ഒരു 3:30 മുതൽ 6:30 വരെയും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നിരവധിയായിട്ടുള്ള അതിൻ്റെ സൊല്യൂഷൻസുകൾ നൽകിയിട്ടുണ്ട്. പുട്ടിങ് അഡീഷണൽ ബസ്സസ്, സ്റ്റാർട്ടിങ് എക്സ്ട്രാ ബസ്സസ്, ഇൻട്രൊഡ്യൂസിങ് സ്റ്റാൻഡ് ബൈ ബസ്സസ്, റിഡ്യൂസിങ് ട്രാഫിക് മാനേജ്മെൻറ്റ് സ്കീംസ്, ഇൻക്രീസിങ് ഓപ്പറേഷണൽ സ്പീഡ്സ് ഓഫ് ബസ്സസ്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പരീക്ഷയ്ക്ക് മിക്കവാറും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണിത്. ഫെയർ. ദ ഓതറൈസ്ഡ് പേയ്മെൻറ്റ് ഫോർ എ റൈഡ് ഓൺ എ പാസഞ്ചർ ബസ്, whether cash, token, transfer or pass. അപ്പോൾ ഫെയർ എന്താണെന്നുള്ളതിൻ്റെ ഡെഫിനേഷൻ: വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഫെയർസ്? ആവറേജ് ഫെയർ, ഡിഫറൻഷ്യൽ ഫെയർ, ഫ്ലാറ്റ് ഫെയർ, ഗ്രാജുവേറ്റഡ് ഫെയർ, റെഡ്യൂസ്ഡ് ഫെയർ, സിംഗിൾ കോയിൻ ഫെയർ, സോണാഡ് ഫെയർ എല്ലാം ഉണ്ട്. ഫെയർ സ്ട്രക്ചർ. ഫെയർ സ്ട്രക്ചർ നിർമ്മിക്കപ്പെടുന്നത്, അതായത് നമ്മൾ മിനിമം ചാർജ് 8 രൂപ, പിന്നെ അങ്ങോട്ട് 10, 12, 14, എങ്ങനെയാണ് അത് ആ ഫെയർ സ്ട്രക്ചർ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അതിനെ പ്രധാനമായും 4 കാര്യങ്ങൾ: ലെങ്ത് ഓഫ് ജേണി, ടൈപ്പ് ഓഫ് റൂട്ട്, ടൈപ്പ് ഓഫ് സർവീസ്, ടൈം ആൻഡ് ഡേ ഓപ്പറേഷൻ, ലൈക്ക് ഡേ ഓർ നൈറ്റ് സർവീസ് എന്നൊക്കെയുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനെയൊക്കെ നോക്കിയിട്ടാണ് ഇത്. ഫെയർ റിലേറ്റിംഗ് ടു ഡിസ്റ്റൻസ് ആൻഡ് ടൈപ്സ് ഓഫ് സർവീസ്. വാട്ട് ആർ ഡിഫറെൻറ്റ് സർവീസസ്? സിറ്റി സർവീസ്, ലിമിറ്റഡ് സ്റ്റോപ്പ് സർവീസ്, എക്സ്പ്രസ് സർവീസ്. വാട്ട് ആർ ദി നീഡ് ഫോർ ലോങ് ഡിസ്റ്റൻസ് സർവീസ്? ഇതൊരു 6 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മറ്റുള്ള വാഹനങ്ങളുടെ അവൈലബിലിറ്റി, റെയിൽവേ അങ്ങനെയുള്ള ഹൈ സ്പീഡ് മോഡ്സിൻ്റെ ഇൻഅവൈലബിലിറ്റി ആണ് ഒരു കാര്യമായിട്ട് പറയാവുന്നത്. പിന്നെയുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൗണുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നതിന്. അടുത്തത് മൂന്നാമത്തത് ക്വിക്കായിട്ടുള്ള ഒരു ട്രാവലിങ്ങിന് വേണ്ടിയിട്ട്. ഈ 3 കാര്യങ്ങൾക്കാണ് ലോങ് ഡിസ്റ്റൻസ് സർവീസുകൾ നമ്മൾ പ്രധാനമായിട്ടും ലിമിറ്റഡ് സ്റ്റോപ്പ് സർവീസുകളും എക്സ്പ്രസ് സർവീസുകളും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ടൈപ്സ് ഓഫ് ഫെയർ സിസ്റ്റംസ്. ഹെഡിങ് പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം കൺഫ്യൂഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ടൈപ്സ് ഓഫ് ഫെയർ സിസ്റ്റംസ്: സ്ട്രെയിറ്റ് ലൈൻ, സ്കെയിൽ മെത്തേഡ്, ടേപ്പേഡ്, യൂണിവേഴ്സൽ, കൺസെഷണൽ ഫെയർ, പ്രൈവറ്റ് ഹയർ, ലഗേജ് ഓർ പാഴ്സൽ ഫെയർ, ഡിഫറൻഷ്യൽ ഫെയർസ്. ഡിഫറൻഷ്യൽ ഫെയർസ് തന്നെ 4 ടൈപ്പ് വേറെ ഉണ്ട്, ഇതിനെയും ശ്രദ്ധിക്കുക. മെത്തേഡ് ഓഫ് ഡിസൈനിങ് എ ഫെയർ സ്റ്റേജ് ആൻഡ് മെത്തേഡ് ഓഫ് ഡ്രോയിങ് ഫെയർ ടേബിൾ. ഇതൊരു ഫെയർ സ്റ്റേജിനെയാണ് ഇവിടെ ഇടതുവശത്തായിട്ട് കാണിച്ചിരിക്കുന്നത്. ഫെയർ സ്റ്റേജ് നിർണ്ണയിച്ചേക്കുന്നു. തേവര മുതൽ ആലു വരെയുള്ള ഒരു റൂട്ടിൽ എങ്ങനെയാണ്, എത്ര അവിടുന്ന് ടോട്ടൽ ഓരോ പോയിന്റുകൾ കഴിയുന്നോറും കിലോമീറ്ററുകളുടെ ഇൻക്രിമെൻ്റ് എങ്ങനെ വരുന്നു, സ്റ്റേജുകളുടെ ഇൻക്രിമെൻ്റ് എങ്ങനെ വരുന്നു, ഫെയറുകൾ എങ്ങനെ കൂടുന്നു. ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ മിനിമം ഫെയർ ഫിക്സേഷന് തൊട്ട് മുമ്പുള്ള ഫിക്സേഷനിലെ റേറ്റുകളാണ് കാണിച്ചിരിക്കുന്നത്.
ഇത് ഡ്രോയിങ് എ ഫെയർ ടേബിൾ, ഹൗ വി ക്യാൻ ഡ്രോ എ ഫെയർ ടേബിൾ എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മിനിമം ഫെയർ 7 അത് ഓരോ പോയിന്റ് കഴിയുമ്പോഴും അതിൻ്റെ എമൗണ്ടുകൾ കൂടി വരുന്നു. അപ്പോൾ നമുക്കൊരു ഫിഫ്ത്ത് പോയിന്റിൽ നിന്ന് കയറുന്ന ആൾക്ക് ഫസ്റ്റ് പോയിന്റ് വരെ പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് പോയിന്റിൽ നിന്ന് കയറിയിട്ട് ഫിഫ്ത്ത് പോയിന്റിലേക്ക് പോകുന്ന ആൾക്ക് 12 രൂപയാണ് കൊടുക്കേണ്ടി വരുന്നത്. ഫസ്റ്റ് പോയിന്റിൽ നിന്ന് കയറി 9th പോകുന്ന ആൾക്ക് 18 രൂപയാണ്. ഫിഫ്ത്തിൽ നിന്ന് കയറി 9th പോകുന്ന ആൾക്ക് 12 രൂപയാണ് കൊടുക്കേണ്ടി വരുന്നത്. ഇങ്ങനെയാണത് മനസ്സിലാക്കുന്നത്. ഫെയർ കളക്ഷൻ സിസ്റ്റം ഓർ ടിക്കറ്റിംഗ്. ഫെയർ കളക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇനി എങ്ങനെയൊക്കെ ആളുകളിൽ നിന്നും പൈസ പിരിക്കുന്നു, കണ്ടക്ടർ പിരിക്കുന്നു, അതിനുള്ള മെത്തേഡുകൾ എന്താണെന്നാണ്. ഹാൻഡ് റിട്ടൺ ടിക്കറ്റ്സ്, കാർ ടിക്കറ്റ്, പ്രീ പ്രിന്റഡ് ഡിനോമിനേഷൻ ടിക്കറ്റ്, അഡ്വാൻസ് ബുക്കിംഗ്, ടിക്കറ്റ് മെഷീൻ. ഈ 5 മാർഗങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഇത് ഡോക്യുമെന്റേഷൻ ഇൻവോൾവ്ഡ് ഇൻ കൺസൈൻമെന്റ് ഷിപ്മെന്റ്. ഒരു പാഴ്സൽ അല്ലെങ്കിൽ ഒരു കമ്പോണന്റ് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് അയക്കുമ്പോൾ അതിനകത്ത് ഉൾപ്പെടേണ്ടി വരുന്ന റെസിപ്റ്റുകൾ അഥവാ അതിൽ ഉൾപ്പെടുന്ന ഡോക്യുമെന്റുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്താണ് കൺസൈൻമെന്റ് എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനേഷൻ നൽകപ്പെട്ടിട്ടുണ്ട്. കൊമേഴ്സ്യൽ ഇൻവോയ്സ്, ബിൽ ഓഫ് ലാൻഡിങ്. ഇപ്പം നമുക്ക് തന്നെ ഇപ്പോൾ ഒരു ഓൺലൈൻ പർച്ചേസ് നടത്തി കഴിയുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന കുറേ ഡീറ്റെയിലുകളുണ്ട്. ഒരു കൊറിയർ വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ കുറേ കാര്യങ്ങൾ വരും. അതിനേക്കാൾ കൂടുതലാണ് ഇവിടെ നോർമലി ഒരു വിദേശത്തു നിന്നൊരു കാര്യം ഇങ്ങോട്ട് വിടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സാധനം നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനുപയോഗിക്കുന്ന ലൈസൻസുകൾ, അതിലുപയോഗിക്കുന്ന ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി വേൾഡ് വൈഡ്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ ആളുകൾ ഉൾപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ആണ് ഇവിടെ ഉള്ളത്. പല മാനുഫാക്ചേഴ്സ് മുതൽ സ്പെയർ പാർട്സ് ഷോപ്പുകൾ എല്ലാം ഉണ്ട്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ മാനുഫാക്ചർ ടു ലാസ്റ്റ് പോയിന്റിൽ അത് വർക്ക് ചെയ്യുന്ന ആളുകളും സ്പെയർ പാർട്സ് നൽകുന്ന ആളുകൾ വരെയുള്ള പോയിന്റുകൾ. ദ സിഗ്നിഫിക്കൻസ് ഓഫ് കസ്റ്റമർ റിലേഷൻസ്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലെ കസ്റ്റമറുമായിട്ടുള്ള റിലേഷൻ്റെ ആവശ്യകത അല്ലെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ് ഈ 3 പോയിന്റുകൾ നൽകിയിരിക്കുന്നത്. 5 എസെൻഷ്യൽ എലമെന്റ്സ് ഫോർ ഗ്രേറ്റ് കസ്റ്റമർ സർവീസ്. നല്ലൊരു കസ്റ്റമറിനെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ 5 കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിച്ചിരിക്കണം. ഈ 5 കാര്യങ്ങളും കസ്റ്റമറിനോട് പുലർത്തേണ്ട 5 കാര്യങ്ങളുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്. ഓട്ടോമൊബൈൽ മാർക്കറ്റിംഗ് അഥവാ പല രീതിയിലുള്ള മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, പ്രധാനമായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഓട്ടോമൊബൈൽ മാർക്കറ്റിങ്ങിനെയാണ്. ഇവിടെ നടത്തേണ്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഡിസ്ട്രിബ്യൂഷൻ, വെഹിക്കിൾ ഡിസ്ട്രിബ്യൂഷനാണ് ഉദ്ദേശിക്കുന്നത്. ഫൈനാൻസിങ്, വാഹനങ്ങൾ വയ്ക്കുന്നതിന് മുമ്പ് നമ്മളുടെ കസ്റ്റമറിന് ഫൈനാൻസിങ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. മാർക്കറ്റ് റിസർച്ച്, എന്താണ് ആളുകൾ ആഗ്രഹിക്കുന്നത്, പ്രൈസിങ്, എത്ര രൂപയ്ക്ക് വിറ്റാൽ ആളുകൾ മേടിക്കും. പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് മാനേജ്മെൻറ്റ്, എങ്ങനെ അതിനെ വിൽക്കാം, എങ്ങനെ അതിനെ നമുക്ക് കൂടുതൽ പ്രോഫിറ്റബിലിറ്റി ഉണ്ടാകാം. പ്രൊമോഷൻ, എങ്ങനെയൊക്കെ കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ചെയ്യാം. സെല്ലിംഗ്, എങ്ങനെ വിൽക്കാം. കസ്റ്റമർ സപ്പോർട്ട് സർവീസ്, ആഫ്റ്റർ സെയിൽസിൽ നമുക്ക് എങ്ങനെ ആളുകളോട് കൂടുതൽ നല്ലതായിട്ട് ഇൻട്രാക്ട് ചെയ്യാം. ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് മാനേജ്മെൻറ്റ്, അതിന് പ്രധാനമായിട്ട് എന്തൊക്കെ ഭാഗങ്ങളാണ് ഒരു വർക്ക്ഷോപ്പിലുള്ളത് എന്നുള്ള കാര്യമാണ്. സർവീസ് എൻട്രൻസ്, കസ്റ്റമർ വെയിറ്റിംഗ് ഏരിയ, വർക്ക്ഷോപ്പ് ഏരിയ, സ്പെയർ പാർട്സ് സെക്ഷൻ, വെഹിക്കിൾ വാഷിംഗ് സെക്ഷൻ, ഡെൻറ്റിംഗ് ആൻഡ് പെയിൻറ്റിംഗ് സെക്ഷൻ, ബില്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ വിങ്. ഇത്രയും ഭാഗങ്ങളാണ് ഒരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിലുള്ളത്. ഡ്യൂട്ടീസ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഓട്ടോമൊബൈൽ ഡീലർ, വർക്ക്ഷോപ്പ് മാനേജർ, വർക്ക്ഷോപ്പ് സൂപ്പർവൈസർ, ഓട്ടോമോട്ടീവ് മെക്കാനിക്. ഈ 4 കാര്യങ്ങളും ഒരു ബേസ് ആയിട്ടുള്ള ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് തന്നെയാണ്. ഇവരെല്ലാം ചെയ്യുന്നത് ഒരേ കാര്യം തന്നെയാണ്. ഈ ഒരു ഓട്ടോമൊബൈൽ ബിസിനസ്സിനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് അവരവരുടെ നിലകളിൽ നിന്നുകൊണ്ട് അത് പറ്റുന്ന രീതിയിലാണ് അവരുടെ ഡ്യൂട്ടികൾ കൃത്യമായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിന് 4 പേരുടെയും ഡ്യൂട്ടികളെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് വാറണ്ടി പ്രൊസീജിയേഴ്സ്, ഒരു വണ്ടി വന്നു കഴിയുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ ഉണ്ടെങ്കിൽ അത് അണ്ടർ വാറണ്ടി ആണെങ്കിൽ, അണ്ടർ വാറണ്ടി പീരീഡിലാണെങ്കിൽ ആ വാറണ്ടി എങ്ങനെ ക്ലെയിം ചെയ്യാം, എന്താണ് വാറണ്ടി, ആ വാറണ്ടി എങ്ങനെ ക്ലെയിം ചെയ്യാം എന്നുള്ള കാര്യമാണ് നൽകിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് 3rd മോഡ്യൂളിലുള്ളത്. ഇത് ഒരു ഓവർവ്യൂ ആണ്. ഈ ഓവർവ്യൂവിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. 3rd മോഡ്യൂളിൽ ഉള്ള കാര്യങ്ങൾ ഒന്നോടെ വായിക്കാൻ ശ്രമിക്കുക. കൂടുതൽ ഡീറ്റെയിലിങ്ങിലേക്ക് വായന പോവുക. എല്ലാ പോയിന്റുകളുടെയും ശേഷം 1-2 കാര്യങ്ങൾ ആ പോയിന്റിനെ കുറിച്ച് ഡീറ്റെയിൽ ചെയ്യുക. താങ്ക് യു.